ഏതെങ്കിലും കാര്യങ്ങൾ നിങ്ങളെ ഭയപ്പെടുത്തുന്നുണ്ടോ? എന്തെങ്കിലും കാര്യങ്ങളെ ഓർത്ത് നിങ്ങൾ അസ്വസ്ഥപ്പെടുന്നുണ്ടോ? നാളെക്കുറിച്ചാകാം, ഭാവിയെക്കുറിച്ചാകാം, കുടുംബത്തിൻ്റെ സാമ്പത്തിക മേഖലകളെക്കുറിച്ചാകാം, ഇനി എങ്ങനെ ജീവിതത്തെ മുന്നോട്ട് നയിക്കും എന്നുള്ള അസ്വസ്ഥതകളാകാം. ഇതാ ഭയത്തിൻ്റെ മേഖലകളിൽ നിന്ന് നമ്മളെ മോചിപ്പിക്കുന്ന, ധൈര്യപ്പെടുത്തുന്ന, ശക്തിപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ ഒരു അഭിഷേക വചനമാണ് കർത്താവ് ഇന്ന് നമുക്ക് പകർന്നു നൽകുന്നത്. ഹഗായി പ്രവചനം 2-ാം അധ്യായത്തിൻ്റെ 5-ാം തിരുവചനം. ഈജിപ്തിൽ നിന്ന് നിങ്ങൾ പുറപ്പെട്ടപ്പോൾ ഞാൻ നിങ്ങളോട് വാഗ്ദാനം ചെയ്തിരുന്നത് പോലെ തന്നെ എൻ്റെ ആത്മാവ് നിങ്ങളുടെ ഇടയിൽ വസിക്കുന്നു, ഭയപ്പെടേണ്ട. എൻ്റെ ആത്മാവ് നിങ്ങളുടെ ഇടയിൽ വസിക്കുന്നു, ഭയപ്പെടേണ്ട. പ്രിയമുള്ളവരെ, എത്ര ശക്തമായ വചനമാ! കർത്താവ് ഇസ്രായേലിനെ ഓർമ്മപ്പെടുത്തി, എൻ്റെ ആത്മാവ് നിങ്ങളുടെ ഇടയിൽ വസിക്കുന്നുണ്ട്, നിങ്ങളോടൊപ്പമുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ഭയപ്പെടേണ്ട. കർത്താവ് തെരഞ്ഞെടുത്ത ഓരോ വ്യക്തിയുടെ മേലും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമുണ്ട്, പരിശുദ്ധാത്മാവ് വസിക്കുന്നുണ്ട്. അതിനാൽ ഭയപ്പെടേണ്ടെന്ന് കർത്താവ് നമ്മളെ ഓർമ്മപ്പെടുത്തുക. എൻ്റെ ജീവിതത്തെ, നമ്മുടെ ജീവിതത്തെ ഭയപ്പെടുത്തുന്ന, അസ്വസ്ഥപ്പെടുത്തുന്ന ഏതെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിച്ച് ഈ വചനം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവ് എല്ലാവിധ ഭയത്തിൽ നിന്നും, ഭയപ്പാടുകളിൽ നിന്നും നമ്മളെ മോചിപ്പിച്ച് ധൈര്യത്തോടെ, പേടിച്ച് വിറച്ച് ഭയപ്പെട്ടിരുന്ന സ്ലീഹന്മാരുടെ മേൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കടന്നു വന്നപ്പോൾ ഇരട്ടി കരുത്തോടെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കർത്താവിൻ്റെ വചനത്തിന് സാക്ഷികളായി തീർന്ന് സ്ലീഹന്മാർ കടന്നുപോയതുപോലെ പരിശുദ്ധാത്മാവ് വരുമ്പോൾ നിങ്ങളെല്ലാവരും ശക്തിപ്പെടും. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം എല്ലാ ഭയത്തിൽ നിന്ന് നമുക്ക് മോചനം നൽകുന്നതാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തെ ഭാരപ്പെടുത്തുന്ന, ഭയപ്പെടുത്തുന്ന എല്ലാ കാര്യങ്ങളെയും, നാളെക്കുറിച്ചുള്ള ആകുലതകൾ, കുടുംബ ജീവിതത്തിലെ അസ്വസ്ഥതകൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, ഈ മേഖലകളെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, ഭയപ്പാടിൽ നിന്ന് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ഞങ്ങൾക്ക് മോചനം നൽകി ധൈര്യത്തോടെ, പ്രത്യാശയോടെ ജീവിക്കുവാൻ കൃപയരുളണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദിവികാരുണീശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. എൻ്റെ ഈശോ